ഈ ഗവൺമെന്റ് ഓരോ മേഖലയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ മുഖമിനുക്കലിന് ഒഴികെ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ഒന്ന് വിലയിരുത്തിയാൽ, അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മേഖലയും വിലയിരുത്താൻ നമുക്ക് ദീർഘിച്ചു പോകും. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് വിലയിരുത്തണം എന്നാഗ്രഹിക്കുന്നത്. അപ്പൊ ഒന്നാമത് തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമ്മുടെ റവന്യൂ വരുമാനം, നമ്മുടെ മൊത്തം റവന്യൂ വരുമാനം എത്രയാണ്? കഴിഞ്ഞ 2024-25 വർഷം, അതായത് ഞങ്ങളെല്ലാം നേടിയെടുത്തു. വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ പിതാവ് ഞാനാണ്, അല്ലെങ്കിൽ LDF ഗവൺമെന്റ് ആണ്. ഈ തരത്തിലെ ഒരുപാട് ക്ലെയിംസ്, ഒരുപാട് തൂവലിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ബജറ്റിലെ ഏറ്റവും അടുത്ത കാലം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്ന പദ്ധതി ചെലവുകൾക്ക് എന്ത് സംഭവിച്ചു? ആ പദ്ധതി ചെലവുകൾക്ക് വല്ലതും നന്നായി നടത്തിയിരുന്നെങ്കിൽ കേരളം ഇതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ടു പോയേനെ. ആ പദ്ധതി ചെലവില് ഡിസംബറിന് മുമ്പ് തന്നെ 50% വെട്ടിക്കുറച്ചിരുന്നു ബഹുമാനപ്പെട്ട ധനമന്ത്രി. അത് കഴിഞ്ഞ് മാർച്ച് ആകുന്നതിന് മുൻപ് വീണ്ടും ഒരു വെട്ടിക്കുറയ്ക്കലും കൂടി നടത്തി. പക്ഷെ അവസാനം മാർച്ച് മാസത്തില് പദ്ധതി ചെലവിന്റെ കണക്ക് പുറത്തു വിട്ടപ്പോഴോ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു, അതായത് വക മാറ്റി ചെലവഴിച്ചു. അത് എപ്പോഴും CAGയുടെ എല്ലാ റിപ്പോർട്ടുകളും എടുത്തു നോക്കിക്കോളൂ, വകമാറ്റലാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് CAG പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പദ്ധതി ചെലവുകൾക്ക് വേണ്ടി ഓരോ വകുപ്പുകൾക്കും കൊടുത്തിരുന്ന ഫണ്ടിൽ നിന്ന് ആദ്യം 50% വക മാറ്റുന്നു, അഥവാ വെട്ടിച്ചുരുക്കുന്നു. വെട്ടിച്ചുരുക്കുന്നു പറഞ്ഞാൽ ആ ഫണ്ട് വേറെ മേഖലയിലേക്ക് പോയി എന്നർത്ഥം. അതിനാണ് ഈ പറഞ്ഞ PR വർക്കിന് വേണ്ടിയിട്ട് എത്ര PR ഏജൻസീസിനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ തിയേറ്ററുകളിൽ ഷോ നടത്തുക, ഈ ഗവൺമെന്റിന്റെ മഹത്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നമ്മുടെ ഖജനാവിൽ നിന്ന് പദ്ധതി ചെലവിനോ അല്ലാത്തതിനോ ഒക്കെ മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടാണ് എടുത്ത് ദുർവിനിയോഗം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പദ്ധതി ചെലവ് 50% വെട്ടിക്കുറച്ചു. രണ്ടാമത്തെ, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് ഒരു പ്രാവശ്യം കൂടി വെട്ടിക്കുറച്ചു. അവസാനം മാർച്ചില് പദ്ധതി ചെലവുകളുടെ കണക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വളരെ രസകരമായിരുന്നു. പദ്ധതിക്ക് അനുവദിച്ച 92.3% പദ്ധതി ചെലവ് നിർവഹിച്ചു എന്ന്. ആ വെട്ടിച്ചുരുക്കിയതൊക്കെ എവിടെ നിന്ന് തിരിച്ചു വന്നു? ഇതൊക്കെയാണ് ഈ കള്ളം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുകയാണ് ഈ ഗവൺമെന്റ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ആ ബെസ്റ്റ് എക്സാമ്പിളാണ് പദ്ധതി ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതായിട്ട് മന്ത്രി തന്നെ പറയുന്നു. ഏതാനും 1-2 മാസം കഴിഞ്ഞപ്പോൾ പദ്ധതി ചെലവ് 93%, 50% വെട്ടിക്കുറച്ചു, 53% ചെലവഴിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ 93% എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാനാണ്? അപ്പൊ ഇതാണ് ഗവൺമെന്റിന്റെ അതായത് അവർ പറയുന്ന കണക്ക് നമ്മളെ അവഹേളിക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന തരത്തിലുള്ള കള്ളക്കണക്കുകളാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് അവർ മുഖം മിനുക്കുന്നത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2024-25 ബജറ്റില് ആ വർഷം, അതായത് ഈ 2024-25 വർഷം പ്രതീക്ഷിച്ച റവന്യൂ വരുമാനം എത്രയായിരുന്നു? 1,38,655.16 കോടി. 1,38,655.16 കോടി. ഇതാ ബജറ്റിൻ ബ്രീഫ് ഇവിടെ ഇരിക്കുകയാണ്, ഗവൺമെന്റ് ഓഫ് കേരളയുടെ. അതിനകത്തു നിന്ന് തന്നെ എടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ 1,38,656.16 കോടി പ്രതീക്ഷിച്ച സ്ഥലത്ത് എന്താണ് 2025-26 ബജറ്റില് റീഎസ്റ്റിമേറ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ വർഷം നേടിയത് എത്ര എന്നാണ് റീഎസ്റ്റിമേറ്റിൽ പറയുക. നേടിയത് എത്രയാണെന്ന് നോക്കൂ. 1,38,000 പ്രതീക്ഷിക്കുന്നു. 1,32,929 കോടിയാണ് റീഎസ്റ്റിമേറ്റില് റവന്യൂ വരുമാനമായിട്ട് കാണുന്നത്. അപ്പൊ 1,38,000 നേടാൻ പറ്റിയില്ല, അത് 1,32,000 കുറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞു പോകുന്നത്? അവിടെയാണ് നമ്മൾ CAG ഒക്കെ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. CAG പറയുന്നു ഒന്നാമത്തെ കാരണം വകമാറ്റി ചെലവഴിക്കൽ. അതുപോലെ ഈ റവന്യൂ വരുമാനത്തെ പറ്റി പറയുമ്പോൾ വകമാറ്റി ചെലവഴിക്കൽ അല്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നികുതി അടയ്ക്കാത്തവര്, നികുതിയേതര വരുമാനം അടയ്ക്കാത്തവര്, ഇവരെ ഒന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ രസകരമായ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
നാരങ്ങാണം പഞ്ചായത്തിലേക്ക് സ്ഥലം മാറി വന്ന ജോസഫ് ജോർജ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഓഫീസർ. അദ്ദേഹം നോക്കുമ്പോൾ നികുതി അടയ്ക്കേണ്ട, അതായത് മാർച്ച് മാസം അവസാനമാണ്, മാർച്ച് മാസം അവസാനമായിട്ട് നികുതി അടയ്ക്കാത്ത, ലാൻഡ് റവന്യൂ ഒന്നും അടയ്ക്കാത്ത ഒരുപാട് പേരുടെ പേരുകൾ. അപ്പൊ അതില് ഒരു മഹാരഥനെ വിളിച്ചു. ആ മഹാരഥൻ CPM ഒരു വലിയ മെമ്പറാണ്, വളരെ ശക്തനായ ഒരു വക്താവാണ്, സഖാവാണ്. അദ്ദേഹത്തെ വിളിച്ചു, സാർ ഇങ്ങനെ നികുതി അടച്ചിട്ടില്ല, ഇപ്പൊ 30-ാം തീയതി ആകും, അതിനു മുമ്പായിട്ട് അടയ്ക്കണം. അപ്പൊ അടച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അടച്ചില്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കും, പിന്നെ ഫൈനും അടയ്ക്കേണ്ടി വരും എന്നൊക്കെ ഇയാൾ വിനയാന്വിതനായി പറഞ്ഞു. വിനയാന്വിതനായിട്ടല്ലായിരിക്കാം, ഒരു പക്ഷേ നല്ല മര്യാദയുടെ ഭാഷയിൽ തന്നെയാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. ഉടനെ അദ്ദേഹത്തിനെ കാണിച്ചു തരാം, കൊല്ലും എന്ന് വരെയുള്ള ഭീഷണിയാണ് ആ പാവ മനുഷ്യന്, ആ ജോസഫ് ജോർജ് എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ കൊണ്ട്. അതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അതായത് നികുതി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ട്രൈബ്യൂണലിലോ കോടതിയിലോ പോകാതെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അവരെ ഫോൺ ചെയ്ത് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഇന്റിമേറ്റ് അറിയിച്ച് അവരെ കൊണ്ട് നികുതി അടപ്പിക്കണം, അതിനുള്ള പെർസുവേഷൻ കൊടുക്കണം. അങ്ങനെയാണ് ആ ഫോളോ അപ്പ് ഗവൺമെന്റിൽ നടക്കുന്നില്ല എന്നാണ് CAG കുറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 28,000 കോടിയുടെ നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നു. ഈ വർഷം ഇതാ ബജറ്റിൽ കിടക്കുന്നു, ബജറ്റിൻ ബ്രീഫിലുണ്ട് 22,000 കോടിയുടെ നികുതി കുടിശ്ശിക. അപ്പൊ ഈ കുടിശ്ശിക ഒക്കെ വരുന്നത് എല്ലാ ഓഫീസർമാരും, അതായത് അവനവന്റെ തസ്തികകളിലൊക്കെ എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ട്. അവർക്ക് 5 വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിച്ചു കൊടുക്കുന്നുണ്ട്, കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചെയ്യേണ്ട ജോലിയിൽ മാത്രമാണ് അലസത കാണിക്കുന്നത്, ഇൻഎഫിഷ്യൻസി. അതുകൊണ്ടാണ് ഇങ്ങനെ നികുതി അടയ്ക്കാത്തവരെയും ഒക്കെ തേടി പിടിച്ച് ഫോളോ അപ്പ് ചെയ്ത് ഖജനാവ് നിറയ്ക്കാൻ അവർ ശ്രമിക്കാത്തത്. അപ്പൊ അവരുടെ ശമ്പളം ഒരു പ്രാവശ്യം മുടങ്ങട്ടെ, അപ്പൊ അവർ മര്യാദ പഠിക്കും, പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ അവർ എഫിഷ്യന്റ് ആകാൻ തുടങ്ങും. അങ്ങനെ എഫിഷ്യന്റ് ആകുന്നില്ല എന്നുള്ളത് ഗവൺമെന്റ് എഫിഷ്യൻസിക്ക് മാർക്കിടുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന പിണറായി വിജയൻ എഫിഷ്യൻസി ഒട്ടും പ്രചോദിപ്പിക്കുന്നില്ല, എഫിഷ്യൻസിക്ക് മാർക്കിടുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ 1,38,000 കോടിയിലധികം പ്രതീക്ഷിച്ചിട്ട് 1,30,000 കോടിയിലേക്ക് വരുമാനം കുറഞ്ഞു പോയെങ്കിൽ അതിന്റെ കാരണം ഈ CAG ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നാരങ്ങാനത്ത് പിന്നെ ജോസഫ് ജോർജ് ചെയ്തതുപോലെയുള്ള ഫോളോ അപ്പ് ആക്ഷൻ ഇല്ല എന്നുള്ളതാണ് എന്ന് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ സമ്മർദ്ദം ചെലുത്തണം. നമ്മുടെ ഖജനാവ് കാലിയായി കിടക്കേണ്ടതല്ല, നികുതി അടയ്ക്കേണ്ടവരാണ് നികുതി അടയ്ക്കുന്നത്. ബൈബിളിൽ പിന്നെ യേശുക്രിസ്തുവിനോട് പിന്നെ നികുതി കൊടുക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോ എന്താണ് യേശുക്രിസ്തു പറഞ്ഞത്? അതായത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും പോകട്ടെ എന്ന് വെച്ചാൽ നികുതി കൃത്യമായിട്ട് അടയ്ക്കണമെന്നാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് തന്നെയാണ് ഏതു മതവും പഠിപ്പിക്കുന്നത്. നികുതി കൊടുക്കാതിരിക്കുക എന്നല്ല, സത്യസന്ധമായി ജീവിക്കാനാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരുവൻ നികുതി കൊടുത്തേ തീരൂ. കാരണം നികുതി കൊടുക്കുന്നത് കൊണ്ടാണ് ഗവൺമെന്റിന്റെ ചെലവുകൾ, നീതിന്യായ നിർവഹണം ഇതെല്ലാം നടന്നു പോകുന്നത്. നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, സാമൂഹ്യ സുരക്ഷ, പെൻഷനുകൾ തൊട്ട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തൊട്ട് എല്ലാ സൗകര്യങ്ങളും ഒരു രാജ്യത്ത് സൃഷ്ടിക്കുന്നത് ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. അപ്പൊ കുറച്ചുപേര് നികുതി കൊടുക്കും, കുറച്ചുപേര് നികുതി കൊടുക്കാതെ മിടുക്കരായിട്ട് അതുകൊണ്ട് വലിയ സമ്പന്നരാകും എന്ന് പറയുന്നത് ഒരിക്കലും യുക്തി സഹമല്ല, മാത്രവുമല്ല അത് ന്യായത്തിനും ചേരുന്നതല്ല. അപ്പൊ നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിലെ പിന്നെ ക്രമക്കേട് ധാരാളമുണ്ട് എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നാരങ്ങാനത്തെ ജോസഫ് ജോർജിന്റെ കേസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് അപ്പൊ അത് ഈ നികുതി വരുമാന സമാഹരണത്തിൽ ഗവൺമെന്റ് ഒട്ടും താല്പര്യം കാര്യക്ഷമമായിട്ട് ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഖജനാവ് കാലിയായി കിടക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സർക്കാർ സർവീസ് തന്നെയാണ്, അവിടുത്തെ ഇൻഎഫിഷ്യൻസിയാണ്. ഇനി അങ്ങനെയുള്ള ഒരു ഖജനാവിലേക്ക് മൂലധന ചെലവിന് പണമില്ല എന്നും പറഞ്ഞ് കടം മേടിക്കുന്നു. കടം മേടിക്കുന്നതിനാണെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ, അതായത് 1990-91 പോലെ കടക്കണിയിലേക്ക് പോകാതിരിക്കാനായിട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% മാത്രം കടം എടുക്കുക.
അത് ഇപ്പോഴത്തെ നമ്മുടെ ബഡ്ജറ്റിൽ നോക്കുക 3.16%. 3% നിജപ്പെടുത്തേണ്ടത് 3.16% ബഡ്ജറ്റില്. അപ്പൊ അത് കൊണ്ട് തീരുന്നോ കടമെടുക്കല്? അതുകൊണ്ട് തീരുന്നില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അവിടെയാണ് നമ്മൾ കടക്കണിയിലേക്ക് ഓടുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊന്നും മതിയാകാതെ കിഫ്ബി വഴി, എന്താണ് കിഫ്ബി? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതായത് മൂലധന ചെലവിന് വേണ്ടി വായ്പ എടുക്കാൻ സൃഷ്ടിച്ച ഒരു പ്രത്യേക വെഹിക്കിൾ, പ്രത്യേക സൗകര്യമാണ്, വായ്പ എടുക്കാനുള്ള വെഹിക്കിളാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. അതുവഴിയായിട്ട് കടമെടുക്കുന്നുണ്ട്. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് വേറെ KSSPL, അതായത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, അതുവഴിയും കടമെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബജറ്റിനകത്ത് എടുക്കാവുന്ന കടം തന്നെ പരിധി വിട്ടിരിക്കുക. 3% എടുക്കേണ്ടടുത്ത് GSDPയുടെ 3.16% കടം എടുത്തിരിക്കുക. അതിന് ഓവർ ആൻഡ് എബവ്, അതിന്റെ മുകളിലാണ് ഈ പറയപ്പെട്ട എത്ര ശതമാനമാണ്, അതായത് കിഫ്ബി വഴിയും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴിയും എടുക്കുന്ന കടം. അത് മാത്രവുമല്ല, ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു 3300 കോടി നമുക്ക് എടുക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ച കടത്തിൽ നിന്ന് തന്നെ 3300 കോടി കട്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്? കട്ട് ചെയ്തതിന്റെ കാരണം ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ കേരളത്തില് 161ഓളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്. അവയ്ക്കൊക്കെ വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട് ഗവൺമെന്റ് ഗ്യാരണ്ടി നിന്ന് വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ കൺസേൺഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലെ ഒരുപാട് എണ്ണവും നഷ്ടത്തിൽ ഓടുകയാണ്. ഈ നഷ്ടത്തിൽ ഓടുന്നതിന്റെ ഒന്നും പലിശയോ മുതലോ ഒന്നും തിരിച്ചടക്കില്ല. അപ്പൊ ആര് ചെയ്യും? അത് ഗ്യാരണ്ടർ ചെയ്യണം, ഗവൺമെന്റ് ചെയ്യണം. പക്ഷെ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു അതിനുവേണ്ടി 3300 കോടിയുടെ ഒരു ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഫണ്ട് മാറ്റിവെക്കുക, അത് അത്രയും കടത്തിൽ വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത് വലിയൊരു ഷോക്കായിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് ഗവൺമെന്റ് അനുഭവിച്ച് നടക്കുകയാണ്. അങ്ങനെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് തിരിച്ചടി വന്നിരിക്കുന്നത്? അതായത് നമ്മൾ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കടത്തേക്കാൾ ഉപരി കടമെടുക്കുന്നു. അതുകൂടാതെ കിഫ്ബി വഴി, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി കടമെടുക്കുന്നു. ഇങ്ങനെയൊക്കെയും കൂടി ഈ വർഷം അവസാനം ആകുമ്പോഴത്തേനും 6 ലക്ഷം കോടിയാകും നമ്മുടെ കടം എന്നാണ് പറയുന്നത്. അതായത് 2016 പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ഉമ്മൻചാണ്ടി നമ്മുടെ ദിവംഗതനായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഭരണ ബാറ്റൺ കൈമാറുമ്പോൾ 1,53,000 കോടിയായിരുന്നു നമ്മുടെ കടം, കേരളത്തിന്റെ സഞ്ചിത കടം, ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ആ കടമാണ് 9 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയായി വളർന്നിരിക്കുന്നത്. 1,53,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര വർഷം കൊണ്ട്? 1956 മുതൽ 2016 വരെയുള്ള കാലം കൊണ്ട് ഫോം ചെയ്യപ്പെട്ട സഞ്ചിത കടമായിരുന്നു 1,53,000 കോടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ 1,53,000 കോടിയാണ് ഈ 9 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയിൽ എത്തുമെന്ന് CAG പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കടക്കണിയിലേക്ക് ഓടുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥശൂന്യതയും ഉണ്ടോ, വല്ല പറ്റിക്കലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വേഗത്തിൽ കടം കൊണ്ടുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? എന്റെ കേരളം, മഹത്വീകരിക്കപ്പെട്ട കേരളം, അതായത് ഒരു കേരളം ഒരു പറുദീസയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. PR വർക്ക് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ജനങ്ങളുടെ മുൻപിലും, അതായത് എല്ലാ ചാനലുകളിലും പണം കൊടുത്ത ചാനലുകൾ എന്തും നടത്തും. അങ്ങനെ പണം കൊടുത്ത് ചാനലുകളിലൊക്കെ ഇതാണ് വിളിച്ചു കൂവിക്കൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ സത്യം എവിടെ കിടക്കുന്നു? വസ്തുത എവിടെ കിടക്കുന്നു?